അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ മലയാളികളെ ദിവസവും പാഴാക്കി കളയുന്ന ഒന്നാണ് ഈ കഞ്ഞിവെള്ളം. എന്നാൽ എൻ്റെ ഈ ടെറസ് ഗാർഡനിലെ ചെടികൾ ഇത്രയും ആരോഗ്യത്തോടെ വളരുന്നതിൻ്റെ പ്രധാന രഹസ്യം ഇതാണ് ട്ടോ. ഇന്ന് ഞാൻ എൻ്റെ ഗാർഡനിൽ കഞ്ഞിവെള്ളം എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യമായി നമ്മൾ കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് എടുക്കേണ്ടത്. ഉപ്പിട്ട കഞ്ഞിവെള്ളം ചെടികൾക്ക് നല്ലതല്ല. അതുകൊണ്ട് നമ്മൾ ചോറ് വെക്കുന്ന സമയത്ത് ചില ആളുകളൊക്കെ ഉപ്പിട്ടിട്ട് തിളപ്പിക്കാറുണ്ട്. ആ കഞ്ഞിവെള്ളം നമ്മുടെ ചെടികൾക്ക് ഉപയോഗിക്കാതിരിക്കുക. ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് എടുക്കേണ്ടത്. നമ്മൾ ചോറ് വാർത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഈ കഞ്ഞിവെള്ളം ചൂടാറിയതിന് ശേഷം മാത്രമേ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത് ചൂടാറിയതിന് ശേഷം നമ്മളിൽ എത്ര കഞ്ഞിവെള്ളമാണോ ഉള്ളത് അതിൻ്റെ 3 ഇരട്ടി വെള്ളം എടുത്തിട്ട് വേണം നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇതുപോലെ ഒരു ബോട്ടിലാക്കിയതിന് ശേഷം ചെടികളുടെ ഇലകളിലൊക്കെ തെളിച്ചു കൊടുത്താൽ നമ്മുടെ ഇലകളുടെ ഒക്കെ നല്ല കളർ കൂടി വരും കേട്ടോ. നല്ല പച്ച കളർ കൂടി വരും. അതുപോലെ കളറ് നല്ല ചുവപ്പ് കളർ മഞ്ഞ കളറൊക്കെ ഇലകളൊക്കെ ആണെങ്കിൽ അതൊക്കെ നല്ല ബ്രൈറ്റ്നെസ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ കണ്ണാടി ചെടി പോലെയുള്ള ചെടികൾക്കും അതുപോലെ അഗ്ലോണിമ, സിങ്കോണിയം അങ്ങനെയുള്ള ചെടികൾക്കൊക്കെ നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പുളിച്ച കഞ്ഞിവെള്ളം ഇതുപോലെ നേർപ്പിച്ചിട്ട് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ കീടങ്ങളൊക്കെ പരമാവധി നിയന്ത്രിക്കാൻ പറ്റും. ഇതിൻ്റെ ആ ഒരു രൂക്ഷഗന്ധം കാരണം കീടങ്ങളൊന്നും ഇതിൻ്റെ അടുത്തേക്ക് വരിക പോലും ചെയ്യില്ല കേട്ടോ. അപ്പോൾ അതുപോലെ നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 2 ദിവസം അടച്ചു വെച്ചിട്ട് പൊളിച്ച കഞ്ഞിവെള്ളം നമ്മൾ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മണ്ണിലെ ഉപകാരികളായ ബാക്ടീരിയകളെ വർദ്ധിപ്പിക്കാൻ നല്ലതാണ് കേട്ടോ. അതുവഴി നമ്മുടെ മണ്ണിന് നല്ല വായുസഞ്ചാരം കിട്ടുന്ന മണ്ണായിട്ട് മാറും. അപ്പം നമ്മൾ നട്ട ചെടികൾക്ക് നല്ല വേരോട്ടം ലഭിക്കാനും നല്ല വളർച്ച കിട്ടാനും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കായ്കളൊക്കെ ഉണ്ടാവാനൊക്കെ നല്ലതാണ്. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ചാരം കൂടി ചേർത്ത് കൊടുക്കുക. പൊളിപ്പിച്ച ഈ നേർപ്പിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് കുറച്ച് ചാരം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഏതെല്ലാം ചെടികൾക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പൂച്ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ മുളക്, പയർ, മരച്ചീനി അങ്ങനെ എല്ലാ ചെടികൾക്കും. പിന്നെ അതുമല്ല നമ്മുടെ വേപ്പിന് ഇത് നല്ല വളമാണ് കേട്ടോ. വേപ്പിനും ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കമ്പോസ്റ്റ് ബിന്നിൽ അത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കമ്പോസ്റ്റ് റെഡിയായി കിട്ടുമേ. ഞാനിവിടെ നേരത്തെ ചാക്കിൽ ചക്കയുടെ വേസ്റ്റൊക്കെ ഇട്ടിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കരിയില കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലിതുപോലെ ആഴ്ചയിൽ ഒരിക്കൽ നമ്മളിതുപോലെ പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റും കഞ്ഞിവെള്ളത്തിലിട്ട് വെക്കാറുണ്ട്. അത് നമ്മൾ ചെടികൾക്ക് നല്ലത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിലും ഒഴിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്രിഡ്ജിൻ്റെ ഡോറിലുള്ളത് ഫുള്ള് കമ്പോസ്റ്റാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് അതേപോലെ ആഴ്ചയിൽ ഒരിക്കൽ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്തിട്ട് എടുക്കുന്ന കമ്പോസ്റ്റാണ്. നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് നമ്മൾ ചെടികൾക്ക് കടകളിലൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളി ഗ്രോത്തും നല്ല കായ്ഫലമൊക്കെ ഉണ്ടാവുകയും. ഇനി ഈ കമ്പോസ്റ്റിലേക്ക് ഒന്നും കൂടി നന്നായിട്ട് വളം കൂടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ പഴയ ചോറുണ്ടാവില്ലേ, നമ്മൾ ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത പഴയ ചോറ്, അത് ഇതുപോലെ കമ്പോസ്റ്റിൽ നമ്മൾ കുഴിച്ച് മൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലതാണ് കേട്ടോ. കമ്പോസ്റ്റിന് കുറച്ചും കൂടിയും നല്ല ഗുണം കിട്ടും. പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ ചോറ് ബാക്കി വരികയാണെങ്കിൽ നമ്മൾ കഞ്ഞിവെള്ളത്തിൽ തന്നെ ഒഴിച്ച് വെച്ചിട്ട് ഒരു 3-4 ദിവസം ഒന്നും കൂടിയും പുളിപ്പിച്ചെടുത്ത് അത് നമ്മൾ നമ്മുടെ ചെടികൾക്ക് അപ്പോൾ ഒന്നും കൂടി അതിങ്ങനെ അലുത്ത് വരും. നല്ല അടിപൊളി വളമായിട്ട് കിട്ടും. അത് നമ്മൾ നേർപ്പിച്ചിട്ട് നമ്മുടെ എല്ലാ പൂച്ചെടികൾക്കും പ്രത്യേകിച്ച് മുല്ല അങ്ങനെയുള്ള മുല്ല അതുപോലെ റോസ് അതിനൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വേപ്പിനും ഒഴിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ. ഇനി പഴത്തൊലി മിശ്രിതം നോക്കാം. പഴത്തൊലി ഇട്ട് വെച്ച കഞ്ഞിവെള്ളം പൂച്ചെടികൾക്ക് അമൃതമാണ്. അത് ഏതൊക്കെ ചെടികൾക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് ഞാൻ പറയുന്നത്. ഇതുപോലെ നല്ല പഴുത്ത പഴത്തിൻ്റെ തൊലിയോ അല്ലെങ്കിൽ പച്ചപ്പഴത്തിൻ്റെ തൊലിയോ ആയാലും ഇതേപോലെ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെക്കാം. എന്നിട്ടൊരു 3 ദിവസം പുളിപ്പിച്ചെടുക്കണം. എന്നിട്ട് അതിൽ നിന്ന് ആ പഴത്തൊലി ഇല്ലാതെ കഞ്ഞിവെള്ളം എടുത്തതിന് ശേഷം ഒരു 10 ഇരട്ടി വെള്ളത്തിൽ നന്നായി നേർപ്പിച്ച് നമ്മുടെ ചെമ്പരത്തി അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പൂച്ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി വളമാണ് ഇത് ഒഴിച്ചു കൊടുത്ത് നോക്കൂ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ അതിലിട്ട് വെച്ച ആ പഴത്തൊലി തന്നെ നമുക്കിതിൻ്റെ കടക്കൽ ഇട്ട് കൊടുക്കും ചെയ്യാം കേട്ടോ. ഇനി പഴത്തൊലികൾ നമ്മൾ കഞ്ഞിവെള്ളത്തിലൊന്നും ഇടാതെ തന്നെ നമ്മുടെ ചെടികളുടെ കടക്കൽ ഇട്ട് കൊടുക്കാം. ചെടികളുടെ കടക്കൽ മണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നീക്കിയതിന് ശേഷം
അതിൻ്റെ കടക്കലിട്ട് കൊടുത്താൽ ഇതുപോലെ നന്നായിട്ട് പൂക്കളുണ്ടാവും കേട്ടോ. ഇതൊക്കെ എൻ്റെ റോസൊക്കെ ഞാൻ നന്നായിട്ട് ബ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് മുട്ടൊക്കെ വരുന്നുണ്ട്, പുതിയ മുട്ടുകളും ചെനപ്പുകളൊക്കെ വന്നിട്ട് എല്ലാ റോസും നല്ല ഉഷാറായിട്ട് വിരിയാൻ നിൽക്കാനിട്ട്. അപ്പോൾ ഈ പൂക്കളൊക്കെ വിരിയുമ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. ഇനി അടുത്ത വളം എന്താണെന്ന് വെച്ചാൽ ശർക്കര ഇട്ടിട്ടുള്ള വളമാണ്. നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ശർക്കര ഇട്ടിട്ട് എങ്ങനെ വളം ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ നമ്മുടെ വീട്ടാവശ്യത്തിന് ശർക്കര ഉരുക്കിയതിൻ്റെ ആ പാത്രമാണ്. അപ്പോൾ അതിൻ്റെ അടിവശം ഞാൻ ഇതേപോലെ കഴുകിയെടുത്തിട്ട് അതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിക്കുകയാണ്. കഴുകിയിട്ടില്ല, അതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് നമ്മളിതാ പിന്നെ ഒരു ഡപ്പിയിൽ ഒഴിച്ച് പുളിപ്പിച്ചെടുക്കാനായിട്ട്. അത് 3 ദിവസം പുളിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഈ വളവും നമ്മൾ നേർപ്പിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ. പ്രത്യേകിച്ച് ഇത് വഴുതന പോലെയുള്ള ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ചെടികളുടെ കടക്കൽ ഇതുപോലെ നേർപ്പിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്തും കൊടുക്കാം കേട്ടോ. നല്ല കായ്ഫലം ഉണ്ടാവും. നല്ല അടിപൊളി വളമാണ്. അതുപോലെ തന്നെ നമ്മളെ പുതിനക്കും ഇത് സൂപ്പർ വളമാണ് കേട്ടോ. പുതിനക്ക് ഇതുപോലെ നമ്മൾ ശർക്കരയൊക്കെ ഇട്ടിട്ടുള്ള വളം നല്ല സൂപ്പർ വളമാണ്. അതുപോലെ മണ്ണിൽ നന്നായിട്ട് വേരോട്ടം കിട്ടാനും ഒക്കെ നല്ലതാണ് കേട്ടോ. മണ്ണിലെ നല്ല ബാക്ടീരിയകളൊക്കെ നന്നായിട്ടുണ്ടായി വിഘടിച്ച് നമ്മുടെ മണ്ണിൽ അമ്ലത്വം കൊണ്ടുവന്ന് നല്ല സൂപ്പറായിട്ട് വേരൊക്കെ നന്നായി പിടിച്ച് വളർന്ന് നന്നായിട്ട് നമുക്ക് പുതിന പിടിച്ചു കിട്ടും. പിന്നെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ സവാളുടെ തൊലി, അടുക്കളയിൽ വേസ്റ്റായിട്ട് നമ്മളെപ്പോഴും കളയാറുള്ള സവാളുടെ തൊലി നമ്മൾക്ക് ചെടികളുടെ കടക്കൽ ഇട്ട് കൊടുക്കാം. അതുമല്ല ഇതുപോലെ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പുളിപ്പിച്ചെടുക്കണം കേട്ടോ. കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചൊരു 5 ദിവസമൊക്കെ പുളിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. എന്നിട്ട് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അതും നല്ലതാണ് കേട്ടോ റോസിന്. അതുപോലെ തന്നെ എല്ലാ പച്ചക്കറികൾക്കും ഈ വളം ഒഴിച്ചു കൊടുക്കാം. അതുമാത്രമല്ല കാൽസ്യം കുറവുള്ള ചെടികളുണ്ടെങ്കിൽ കഞ്ഞിവെള്ളവും മുട്ടത്തോട് പൊടിയും ചേർത്ത മിശ്രിതം നൽകാൻ പറ്റും. വേരുകളുടെ വളർച്ചയ്ക്കും പുതുതായി നട്ട തൈകൾക്ക് കഞ്ഞിവെള്ളം നേർപ്പിച്ച് നൽകുന്നത് വേരുകൾ പെട്ടെന്ന് പിടിക്കാൻ സഹായിക്കും. മണ്ണിലെ അമ്ലത കുറക്കാനാണ് നമ്മൾ ഈ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത് കേട്ടോ. മണ്ണിൻ്റെ pH നില ക്രമീകരിക്കാൻ നേരിയ തോതിൽ പുളിച്ച കഞ്ഞിവെള്ളം നല്ലതായിട്ട് സഹായിക്കുന്നുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഉപ്പ് ചേർത്ത കഞ്ഞിവെള്ളം ആവരുത്. ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളമാണ് നമ്മൾ വളമായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇൻഡോർ വെച്ചിട്ടുള്ള ചെടികൾക്ക് കഞ്ഞിവെള്ളം ഉപയോഗിക്കാം. പക്ഷേ അതിലും നല്ലത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരി കഴുകിയ വെള്ളം ഉണ്ടെങ്കിൽ ഇൻഡോറായിട്ട് വെച്ചിട്ടുള്ള എല്ലാ ചെടികൾക്കും ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെയ്യുന്നത് അരി കഴുകിയ വെള്ളമാണ് ഞാൻ എൻ്റെ എല്ലാ അഗ്ലോണിമകൾക്കും കൊടുക്കുന്നത്. നോക്കിക്ക് എന്ത് ഉഷാറായിട്ടാണല്ലേ, അതിൻ്റെ ആ ഇലയുടെയൊക്കെ കളറ് കണ്ട എന്താ ഭംഗി കാണാൻ. അപ്പോൾ നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്താൽ ഈച്ചയോ പ്രാണികളോ ഒന്നും വരില്ല കേട്ടോ. നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മുടെ വീട് ഇരിക്കുന്നത്. അങ്ങനെ ഈച്ച ശല്യവും പ്രാണികളുടെ ശല്യവും ഒന്നുമില്ല. ഇത് അരി കഴുകിയ വെള്ളമാണ്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം. സാധാരണ വെള്ളമല്ല, ഇതുപോലെ അരി കഴുകിയ വെള്ളം നേർപ്പിച്ചിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കും. പുളിപ്പിക്കാതെ തന്നെ അത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയും ചെയ്യാം നമുക്ക്. ആ വെള്ളവും നമുക്ക് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പാഴായ ചോറ് ഉപയോഗിച്ചു, അതുപോലെ കഞ്ഞിവെള്ളം ഉപയോഗിച്ചു, അതുപോലെ അരി കഴുകിയ വെള്ളവും നമ്മുടെ ചെടികൾക്ക് ഉപയോഗിച്ചു. അപ്പോൾ നമ്മൾ ചോറ് വെക്കുന്നതിൽ നിന്ന് യാതൊന്നും തന്നെ വേസ്റ്റാക്കി കളയുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഏത് വളമാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത് വെച്ചെങ്കിൽ അതിൻ്റെ കമൻ്റ് ഇടുക. എല്ലാ വളങ്ങളും ഒന്നിനൊന്ന് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും കൂടിയൊക്കെ ചെയ്യുക. നല്ല നല്ല കമൻസും പിന്നെ നിങ്ങൾക്ക് വല്ല നെഗറ്റീവായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കമൻസുകളൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഇനിയും നല്ല നല്ല ടിപ്സുകളും ട്രിക്സുകളും ഒക്കെ എനിക്കറിയാം. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.